KV മുഹമ്മദ് മുസ്ലിയാരുടെ വ്യാഖ്യാനവും മൗദൂദി സാഹിബിന്റെ വ്യാഖ്യാനം തമ്മിൽ വ്യത്യാസം എന്താ? KV മുഹമ്മദ് മുസ്ലിയാർ കുറ്റനാട്, അല്ലാഹു ഒരു ദർജ കൊടുക്കട്ടെ, വലിയൊരു മഹാനായ നല്ല മനുഷ്യനാണ്. ഈ മഹാന്റെ വ്യാഖ്യാനം നമുക്ക് വിശ്വസിച്ചൊരാൾക്ക് കൊടുക്കുക. എന്തുകൊണ്ട് കൊടുക്കുക? അതിന്റെ പേരിൽ അയാൾ പേക്കൂല. എന്തുകൊണ്ട്? ഇവിടെ തോട്ട് ആരിൽ നിന്ന് വന്നു എന്നതാണ് വിഷയം. തഫ്ഹീമുൽ ഖുർആൻ എന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. എന്നാൽ ചില ആയത്തുകൾക്ക് മനോഹരമായ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അത് എവിടെയാണ്? അത് ഇനി നിപുണനായ കാര്യം അറിയുന്ന ഒരാൾക്കല്ലാതെ അത് വിച്ഛേദിച്ചു കൊടുക്കാൻ പറ്റൂല. അതേസമയത്ത് KV കൊണ്ട് ഒരാൾ പേക്കൂല. KV കൊണ്ട് ഒരാൾ KV മുഹമ്മദ് മുസ്ലിയാരെ വ്യാഖ്യാനം വായിച്ചിട്ട് ഒരാൾ എന്താവില്ല പേക്കൂല. അപ്പൊ ഖുർആൻ വ്യാഖ്യാനം എന്നതല്ല വിഷയം, വ്യാഖ്യാതാവാണ്. ദാറുൽ ഖുർആനായിട്ട് കാര്യമല്ല. സിലബസ് പഠിപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിയാർക്ക് അഖീദ ക്ലിയർ അല്ലെങ്കിൽ ഇതേ മുസ്ലിയാർക്ക് കുട്ടികളെ ആരാക്കാം? വഹാബിയാക്കാം, നിരീശ്വരവാദിയാക്കാം. വ്യാഖ്യാതാവ് എന്ന പേരിൽ ആരുണ്ട്? പരടോ ജോസഫയുടെ മറുകുണ്ട്. എന്താണ് ലക്ഷ്യം? എന്താണ് അയാളുടെ ലക്ഷ്യം? ജനങ്ങളെ കുട്ടി ജനങ്ങളെ ആരാക്കുക? നിരീശ്വരവാദിയാക്കാനാണ് അയാൾ ഖുർആൻ വ്യാഖ്യാനിച്ചത്. അതേസമയത്ത് അതിനേക്കാൾ നല്ല രാഘവൻ നായരുടെ വ്യാഖ്യാനാണ്. രാഘവൻ നായരുടെ വ്യാഖ്യാനമാണ് ആരുടെ വ്യാഖ്യാനത്തെക്കാൾ നല്ലത്? ചിലപ്പോൾ മൗദൂദിയുടെ വ്യാഖ്യാനത്തെക്കാൾ നല്ലത് ഇതായിരിക്കും.